ശിരൂരിൽ നടന്നത് ചരിത്ര ദൗത്യമെന്നും ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല എന്നുമാണ് ലോറി ഉടമ മനാഫ് അല്പസമയം മുൻപ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അർജുന്റെ കുടുംബത്തോടൊപ്പമാണ് താൻ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. വൈകാരികമായി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതിൽ മാപ്പ് പറയുന്നുവെന്നും മനാഫിന്റെ പ്രതികരണം പുറത്തുവന്നു. പണപ്പിരിവ് നടത്തിയിട്ടില്ല എന്ന അർജുന്റെ കുടുംബത്തിന്റെ ആരോപണത്തിന് മറുപടിയായി മനാഫ് പറയുന്നുണ്ട്. പണപ്പിരിവ് നടത്തിയെന്ന് തെളിഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കാം എന്നാണ് മനാഫിന്റെ നിലപാട്. മാധ്യമപ്രവർത്തകർക്ക് വാർത്ത അപ്ഡേറ്റ് കിട്ടാൻ കൂടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അർജുന്റെ പേര് വാഹനത്തിന് ഇടില്ല, വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മനാഫ് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നലെ മനാഫ് വ്യക്തമാക്കിയത് ഈ ലോറിക്ക് അർജുന്റെ പേരിടും എന്നുള്ളതായിരുന്നു. പക്ഷേ ആ നിലപാടടക്കം വിവാദമായ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം തിരുത്തുമായി രംഗത്തെത്തുന്നത്. കുടുംബത്തിന് അനുമതിയില്ലാതെ അത്തരമൊരു പ്രവൃത്തി തന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല, കുടുംബത്തിന് അത്തരമൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യാം എന്നുകൂടി ഇപ്പോൾ മനാഫും മനാഫിന്റെ സഹോദരനും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇവിടെ അവസാനിക്കണം എന്ന നിലപാടാണ് തങ്ങൾക്ക് എന്നുകൂടി പറയുന്നു. അർജുന്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ആരാണ് പിന്നിലെന്നറിയാം, വിവാദങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കട്ടെ എന്നാണ് ഇപ്പോൾ മനാഫ് വ്യക്തമാക്കുന്നത്. അതല്ല, വീണ്ടും ഇത്തരത്തിൽ ആരോപണങ്ങൾ തുടർന്നാൽ തങ്ങളും രംഗത്തെത്തും, ആരാണ് പിന്നിലെന്ന് പറയേണ്ടി വരും, അത് അറിയാത്തതല്ല എന്നുകൂടി മനാഫ് വ്യക്തമാക്കുന്നുണ്ട്. കുടുംബത്തിനെതിരായ സൈബർ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിപ്പോൾ അർജുന്റെ സഹോദരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ സൈബർ ആക്രമണങ്ങൾക്കെതിരെ ആ സൈബർ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മനാഫും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. അർജുന് 75,000 രൂപ ഇതിൻ്റെ ശമ്പളമായി നൽകിയിരുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളിൽ പ്രതികരിക്കുന്നുണ്ട് ഇപ്പോൾ മനാഫ്. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥില, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു മനാഫും സഹോദരനും? ഹലോ മിഥില, കേൾക്കാമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മനാഫ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്? മിഥില. ഒന്നുകൂടി വ്യക്തത വരുത്താനാണ് താനും സഹോദരനും ഒപ്പം കുടുംബവും മാധ്യമങ്ങളെ കാണുന്നത് എന്ന മുഖവുരയോടെയാണ് മനാഫ് വാർത്താ സമ്മേളനം തുടങ്ങിയത്. അർജുൻ്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഓരോന്നോരോന്നായി മറുപടി പറയുകയായിരുന്നു. ആദ്യത്തേത് പണപ്പിരിവ് നടത്തിയെന്ന ഒരു ആരോപണം. താൻ ഒരു തരത്തിലും പണപ്പിരിവ് നടത്തിയിട്ടില്ല, ഒരു രൂപ പോലും പണം പിരിച്ചിട്ടില്ല. ഇത്തരത്തിൽ പണം പിരിച്ചു എന്ന ഒരു ആരോപണം അല്ലെങ്കിൽ അത് തെളിയിക്കുകയാണെങ്കിൽ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ മാനാഞ്ചിറയിൽ നിൽക്കാം, ആർക്കു വേണേയും തന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. മറ്റൊന്ന്, അർജുൻ്റെ പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുമായി ബന്ധപ്പെട്ടായിരുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, അതായത് വൈകാരികതയെ മുതലെടുക്കുന്നു, അത്തരം ഒരു ആരോപണം. ഒരു തരത്തിലും ഒരു മുതലെടുപ്പ് നടത്തിയിട്ടില്ല എന്ന് മനാഫ് വ്യക്തമാക്കുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആ സമയത്ത് അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി മാധ്യമങ്ങളിൽ അറിയിക്കാനും താൻ ഒറ്റയ്ക്കാവുന്ന സമയത്ത് കൃത്യമായി തൻ്റെ വിവരങ്ങൾ മറ്റുള്ളവർക്ക് അറിയിക്കാനുമാണ് ഇത്തരത്തിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, കുടുംബത്തിന് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് താൻ മുക്കത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ പരിപാടിയുടെ സംഘാടകർ തനിക്ക് പണം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആദരവെന്നോണം. എന്നാൽ ഈ പണം തനിക്ക് വേണ്ട, ഈ പണം അർജുൻ്റെ മകന് കൊടുക്കാൻ, അയാന് കൊടുക്കാനായിരുന്നു താൻ ആഗ്രഹിച്ചത്. അതായിരുന്നു തൻ്റെ ആഗ്രഹം. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനോട് അക്കൗണ്ട് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അവരെ വിഷമിപ്പിച്ചു. ആ ഒരു വിഷമത്തിന് താൻ മാപ്പ് പറയുന്നു. ഇതുവരെ തൻ്റെ ഭാഗത്തുനിന്നും കുടുംബത്തിനുണ്ടായ എല്ലാ ഏതെങ്കിലും തരത്തിലുള്ള വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു എന്നാണിപ്പോൾ ഈ മനാഫ് ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. മുബീൻ, മനാഫിൻ്റെ സഹോദരൻ പറഞ്ഞൊരു കാര്യം, തൻ്റെ പേരിലാണ് RC ബുക്കുള്ളത്, താനാണ് ലോറി ഉടമ, പക്ഷേ താനും കുടുംബവും ഒറ്റക്കെട്ടാണ്. ഈ അർജുൻ്റെ കാര്യത്തിൽ ഇനി ഒരു വിവാദത്തിനില്ല, ഇനി ഒരു പ്രതികരണം തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. ഈ ഒരു അടഞ്ഞ അധ്യായമാണ്. ആ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം ഇനി ഉണ്ടാകരുത് എന്ന ഒരു അഭ്യർത്ഥനയാണ് മനാഫും കുടുംബവും ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഏതായാലും ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയാണ് മനാഫും സഹോദരനും. സൈബർ ആക്രമണങ്ങളിൽ പരാതിയുമായി ശിരൂരിൽ മരിച്ച അർജുന്റെ കുടുംബം, അർജുന്റെ സഹോദരി അഞ്ജുവാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്.